ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രമുഖ ഗോത്രവർഗ്ഗ നേതാവും സ്വാതന്ത്ര്യ സമരസേനാനിയുമായ ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷിക ദിനമായ നാളെ രാജ്യം ജൻജാതീയ ഗൌരവ് ദിവസമായി ആഘോഷിക്കും. ഇതോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് ജൻജാതീയ ഗൌരവ് ദിവസ് സന്ദേശം നൽകി. ഗോത്ര ജനതയുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ വിപുലമായ പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. 2021 से भारत सरकार ने प्रतिवर्ष 15 नवंबर को भगवान बिरसा मुंडा की जयंती के अवसर पर जनजातीय गौरव दिवस मनाने की परंपरा का सूत्रपात किया है. जनजातीय समुदाय के प्रति सम्मान व्यक्त करने के इस निर्णय की जितनी भी सराहना की जाए वो कम है. जनजातीय लोगों के गौरवशाली योगदान से देशवासियों को परिचित कराने के लिए अनेक कदम उठाए जा रहे हैं. जनजातीय महानायकों की स्मृति में देश के विभिन्न क्षेत्रों में संग्रहालय बनाया जा रहा है. रांची में भगवान बिरसा मुंडा का संग्रहालय एक तीर्थ स्थल की तरह सम्मानित हो रहा है. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ ജമുഅയിൽ നാളെ നടക്കുന്ന ജൻജാതീയ ഗൌരവ് ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ഗോത്രവർഗ്ഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായുള്ള വികസന പദ്ധതികൾക്കും ശ്രീ നരേന്ദ്രമോദി തുടക്കം കുറിക്കും. രാജ്യത്തുടനീളമുള്ള 100 ജില്ലകളിലെ ജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ഇതോടനുബന്ധിച്ച് കേരളത്തിൽ ഇടുക്കിയിലും കാസർകോടും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയാകും. ദേശീയതയ്ക്ക് രാജ്യത്തെ കർഷകരുടെ ഐക്യം പ്രധാനമാണെന്നും കർഷകരെ ആർക്കും ഭിന്നിപ്പിക്കാൻ സാധിക്കില്ലെന്നും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലും വ്യാപാരത്തിലും കർഷകരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്നും ശ്രീ ധൻകർ അഭിപ്രായപ്പെട്ടു. സഹകരണ മേഖലയിൽ നിക്ഷേപിച്ചവരുടെ പണം സുരക്ഷിതമാണെന്നും ആരുടെയും പണം നഷ്ടപ്പെടില്ലെന്ന് സർക്കാർ ഉറപ്പ് നൽകുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചില ക്രമക്കേടുകൾ പെരുപ്പിച്ച് കാണിച്ചുള്ള ചിത്രീകരണം ബോധപൂർവ്വം സഹകരണ മേഖലയെ താഴ്ത്തിക്കെട്ടാനാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. വഖഫ് വിഷയത്തിൽ നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് ഒപ്പമാണ് കേന്ദ്ര സർക്കാർ എന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലാജെ. എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതിയുടെ റിലേ നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് നാളെ തുടക്കമാകും. ശബരിമല, മാളികപ്പുറം എന്നിവിടങ്ങളിൽ മേൽശാന്തിമാരും നാളെ ചുമതലയേൽക്കും. വൃശ്ചിക മാസം 1 പുലർച്ചെ 3 മണിക്കാണ് നട തുറക്കുക. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കും. ശബരിമല തീർത്ഥാടനം സുഗമമാക്കുന്നതിനായി 26 സ്പെഷ്യൽ ട്രെയിനുകളുടെ സർവീസ് ഒരുക്കി സൌത്ത് സെൻട്രൽ റെയിൽവേ. ദക്ഷിണ റെയിൽവേ പ്രത്യേക ശബരി ട്രെയിനുകളുടെ സർവീസും സജ്ജമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ 31 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ 10 നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് വാർഡ് ഉൾപ്പെടെ 11 ജില്ലകളിലായി 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലാണ് ഉപതിരഞ്ഞെടുപ്പ്. ഈ വർഷത്തെ കേരള സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് നാളെ ആലപ്പുഴയിൽ തുടക്കമാകും. 80ഓളം ഇനങ്ങളിലായി 5000ത്തോളം വിദ്യാർത്ഥികളാണ് ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമാവുക. നാളെ വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. മേള ഈ മാസം 18-ന് അവസാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കരീബിയൻ ദ്വീപ് രാഷ്ട്രമായ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ പരമോന്നത ബഹുമതി. കോവിഡ് മഹാമാരിയെ നേരിടുന്നതിൽ ഇന്ത്യ ഡൊമിനിക്കയ്ക്ക് നൽകിയ സഹായങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ സ്വീകരിച്ച നടപടികളും കണക്കിലെടുത്താണ് പുരസ്കാരം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പിരായിരിയിലും കൽപ്പാത്തിയിലും വോട്ട് തേടി. LDF സ്ഥാനാർത്ഥി പി സരിൻ ഇന്ന് കൽപ്പാത്തിയിൽ നിന്നാണ് പ്രചാരണം ആരംഭിച്ചത്. NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇന്ന് പാലക്കാട്, പിരായിരി പ്രദേശങ്ങളിൽ വോട്ടർമാരെ കണ്ടു. ഈ മാസം 20-നാണ് പാലക്കാട് വോട്ടെടുപ്പ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യയുടെ 4ാമത്തെയും അവസാനത്തെയും T20 മത്സരം നാളെ നടക്കും. ദക്ഷിണാഫ്രിക്കയിലെ വാൻറേഷ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ 11 റൺസിന് വിജയിച്ചിരുന്നു. 4 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. ബീഹാറിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി മത്സരത്തിൽ തായ്ലൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിൽ. ഏകപക്ഷീയമായ 13 ഗോളുകൾക്കാണ് ഇന്ത്യ തായ്ലൻഡിനെ പരാജയപ്പെടുത്തിയത്. കൽപ്പാത്തി രഥോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ദേവരഥ സംഗമം നാളെ വൈകിട്ട് നടക്കും. 4 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 6 രഥങ്ങളാണ് സംഗമിക്കുക. വെട്ടുകാട് മാദ്രേ ദേവൂസ് ദേവാലയത്തിലെ തിരുനാൾ പ്രമാണിച്ച് തിരുവനന്തപുരം, നെയ്യാറ്റിൻകര താലൂക്കുകളിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ. എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. നാളെ ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. അടുത്ത 3 ദിവസം മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.